ജോസഫ് ആൻ്റണി, നമുക്കറിയാം ഈ ഒരു പെൻസിൽ ഉണ്ടാക്കാനുള്ള ഇതുപോലും അല്ലെങ്കിൽ ഒരു പെയിൻ കില്ലറിന് പോലുമുള്ള മരുന്ന് ഇല്ലാതെ ഉപരോധം തീർത്ത് ദുർബലരാക്കിയ ഒരു മനുഷ്യരെയാണ് വെപ്പൺസ് ഫോർ മാസ് ഡിസ്ട്രക്ഷൻ, മാരകായുധങ്ങൾ, മനുഷ്യ വംശത്തെ നശിപ്പിക്കാനുള്ള മാരകായുധങ്ങളുണ്ട് എന്ന കളവ് പറഞ്ഞ് ആക്രമിച്ച് പിടിച്ചത്. പക്ഷേ ഈ പുതിയ ലോകത്ത് ഈ സാമ്രാജ്യത്വത്തിന് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ലോകത്ത്, ചൂഷക ശക്തികൾക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ലോകത്ത് ഒരു പക്ഷേ അത് പിന്നീട് എന്തുകൊണ്ട് നിങ്ങൾ എവിടെ മാസ് ഡിസ്ട്രക്ഷൻ ഉള്ള വെപ്പൺ എവിടെയെന്ന് ചോദിക്കാൻ ലോകത്താരുമില്ല. ഇപ്പോൾ തന്നെ ഐക്യരാഷ്ട്രസഭ പോലും ഈ യുദ്ധത്തെ ഒരു കൈകൊണ്ട് തടയാൻ പോലും ശേഷിയില്ലാത്തവരായി ചുരുങ്ങുകയാണ്. അത് ഈ ലോകത്തിൻ്റെ ക്രമമാണ്. ഇപ്പോൾ ഇവിടെ ശ്യാംരാജൊക്കെ BJP നേതാവൊക്കെ പറഞ്ഞതുപോലെ അല്ല, നാളെ കാറ്റും കോളും മാറി വീശിയാൽ നമ്മുടെ രാജ്യത്തിനെതിരെയും അമേരിക്ക ഈ രീതിയിൽ താല്പര്യങ്ങളിൽ മാത്രം നീങ്ങുന്ന അമേരിക്ക ഈ രീതിയിൽ നീങ്ങാം. പണ്ട് നീങ്ങിയിട്ടുണ്ട്, 7ാം കപ്പൽപ്പട വന്നു. പക്ഷെ അന്ന് എതിര് നിർത്തി നമുക്ക് വേണ്ടി സംസാരിക്കാൻ USSR ഉണ്ടായിരുന്നു. ലെനിൻ്റെയും സ്റ്റാലിൻ്റെയും ഒക്കെ തുടരുന്ന പ്രസ്ഥാനം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നതില്ല. അങ്ങനെയുള്ളൊരു ലോകക്രമമാണ് ഇന്ന്. അപ്പോൾ ഈ BJPയും അല്ലെങ്കിൽ മോദി സർക്കാരും ഒക്കെ പറയുന്നതിൻ്റെ യുക്തിപരമായ സാങ്കത്യം ഈ ഘട്ടത്തിൽ എന്താണ് ജോസഫ് ആൻ്റണി? 3 കാര്യങ്ങൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഒന്ന്, ഞാനത് പറഞ്ഞു നിർത്തിയത് അവിടെയാണ്. ഇപ്പോൾ ട്രംപിനെ പോലെ തന്നെ അതിശക്തമായി ഇസ്രായേലും തുടരുന്ന അപകടകരമായ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എതിർക്കേണ്ടത്. എന്തൊക്കെയാണത്? ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച വാർ ബൈ ഡീക്യാപിറ്റേഷൻ എന്ന പുതിയ സിദ്ധാന്തം. എന്താ വാർ ബൈ ഡീക്യാപിറ്റേഷൻ? നിങ്ങൾക്ക് ഒരു രാജ്യവുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ ഒരു രാജ്യവുമായിട്ട് എൻ്റെ രാജ്യത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ നേതാക്കന്മാർ എന്താ ചെയ്യുന്നത്? ആ രാജ്യത്തിൻ്റെ നേതാക്കൾ പരസ്പരം സംസാരിക്കും. അങ്ങനെ സംസാരിച്ച് പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മധ്യസ്ഥർ അതിനകത്ത് ഇടപെടും. ഒമാൻ്റെ വിദേശകാര്യമന്ത്രി ഇടപെട്ട പോലെ മധ്യസ്ഥർ ഇടപെട്ട് സംസാരിക്കും. അതും സംസാരിച്ച് തീരുന്നില്ലെങ്കിൽ അന്തർദേശീയ സ്ഥാപനങ്ങൾ ഇടപെടും, അന്തർദേശീയ സംഘടനകളും അന്തർദേശീയ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇടപെടും. അങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കേണ്ടത്. അതാണ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ നടക്കേണ്ടത്, അന്തർദേശീയ രാഷ്ട്രീയം നടക്കേണ്ടത്. അതാണ് റൂൾസ് ബേസ്ഡ് വേൾഡ് ഓർഡർ എന്ന് പറയുന്നത്. ഇപ്പോഴെന്താ നടക്കുന്നത്? ഇപ്പോൾ നിങ്ങളോട് എനിക്ക് എതിർപ്പുണ്ട്, നിങ്ങളുടെ രാജ്യത്തിൻ്റെ നയങ്ങളോട് എതിർപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് എന്താണ്? നിങ്ങളുടെ രാജ്യത്തോട് എനിക്ക് എതിർപ്പുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് നിങ്ങളെ കൊല്ലുകയാണ്. നിങ്ങളെ ആയുധങ്ങളായി മിസൈൽ അയച്ച് കൊല്ലുന്നു, രഹസ്യമായ ചാരന്മാരെ അയച്ച് കൊല്ലുന്നു, അതല്ലെങ്കിൽ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലുന്നു. ഇങ്ങനെ തുടർന്നാൽ, അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തർക്കമുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും നമ്മുടെ ഇന്ത്യക്കകത്ത് ഒരുപാട് ഭീകരാക്രമണങ്ങൾ നടത്തുന്നതിന് നേതൃത്വം നൽകുന്നുണ്ട് ISI, ഇന്ത്യ പാകിസ്ഥാൻ്റെ ചാരസംഘടന. അതുകൊണ്ട് നമ്മൾ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹാസ് ഷരീഫിനെ മിസൈൽ അയച്ച് കൊല്ലാനായിട്ട് ശ്രമിക്കുമോ? പാകിസ്ഥാൻ നമ്മളെ ശത്രുവായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ ഭരണകൂടം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുമോ? അങ്ങനെ ചെയ്താൽ, അങ്ങനെയാണ് ഒരു രാഷ്ട്രീയം പോകുന്നതെങ്കിൽ ലോകം എവിടെ ചെന്നാൽ നിൽക്കുക? അതായത് എതിർപ്പും ശത്രുതയുമുള്ള ഭരണാധികാരികളെ കൊന്നൊടുക്കിക്കൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ട് രാഷ്ട്രീയം നടത്തണമെന്ന് പറയുന്ന അപകടകരമായ രാഷ്ട്രീയമാണ് അത് എതിർക്കപ്പെടേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ അജിംഷാദ് പറഞ്ഞതുപോലെ നമ്മുടെ ശ്യാംരാജിനോട് ചോദിച്ച പോലെ എതിർക്കപ്പെടേണ്ടേ ഈ ഒരു രാഷ്ട്രീയം. അതായത് നിങ്ങൾക്ക് ശത്രുത ഉണ്ടാവും. ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തോട് ശത്രുത ഉണ്ടാവാം. പക്ഷേ ആ രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയെ കൊന്നിട്ടാണോ പ്രശ്നം പരിഹരിക്കേണ്ടത്? ആ ചോദ്യമാണ് ഇന്ത്യയുടെ ഭരണാധികാരി ചോദിക്കേണ്ടത്. എന്താണ് ചോദിക്കേണ്ടത്? നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവാം. ലോക സമാധാനം നിലനിൽക്കണമെങ്കിൽ ഈ സമീപനമല്ല സ്വീകരിക്കേണ്ടത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായമുള്ളവർക്കെതിരായിട്ട് ഇങ്ങനെയുള്ള വാർ ബൈ ഡീക്യാപിറ്റേഷൻ, കൊലപാതക രാഷ്ട്രീയം അല്ല സ്വീകരിക്കേണ്ടതെന്ന് പറയാനുള്ള ആർജവം നമ്മൾ കാണിക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ കാണിക്കേണ്ടത്? 2 കാരണങ്ങളെ കാണിക്കണം. ഒന്ന്, ഇന്ത്യ വളരെ വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് എന്ന് മാത്രമല്ല നമ്മുടെ പ്രധാനമന്ത്രി കൂടെ പറയും ഇന്ത്യ ഈസ് ദ മദർ ഓഫ് ഡെമോക്രസി, ജനാധിപത്യത്തിൻ്റെ അമ്മയാണ്. എന്താ ജനാധിപത്യം? ജനാധിപത്യം തുല്യതയാണ്, ജനാധിപത്യം കോൺസെൻസസ് ആണ്, ജനാധിപത്യം സമാധാനമാണ്. ആ ജനാധിപത്യത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് തരത്തിലുള്ള രാഷ്ട്രീയം ലോകത്ത് നടന്നോട്ടെ, എന്ത് തരത്തിലുള്ള രാഷ്ട്രീയമാണെങ്കിലും നമ്മൾ മുറുകെ പിടിക്കുന്ന ഒരു ആശയമുണ്ടല്ലോ, നമ്മൾ മുറുകെ പിടിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. ആ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണെങ്കിൽ അദ്ദേഹം കൂടെ പറയും ഇത് നമ്മൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ ബോംബിട്ട് കൊല്ലുന്ന ഭരണാധികാരി മാത്രമാണോ? ഭരണാധികാരി, മന്ത്രിമാർ, നേതാക്കന്മാർ ഇവരെല്ലാം കൊന്നു തീർക്കുന്ന ആ രാഷ്ട്രീയത്തോട് മിണ്ടാതിരിക്കലാണോ രാഷ്ട്രീയം? ഒന്ന്. രണ്ടാമത്തെ എന്താ പ്രശ്നം? അതിനേക്കാൾ പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മളിവിടെ 2-3 വർഷം മുമ്പ് 2023 തോന്നുന്നു നമ്മളിവിടെ G20 എന്ന് പറയുന്നൊരു ഉന്നത സമ്മേളനം നടത്തി. എന്താണ് നമ്മൾ പറഞ്ഞ കാര്യം? ഞങ്ങൾ ഇന്ത്യയുടെ ഗ്ലോബൽ സൗത്തിൻ്റെ നേതാക്കന്മാരാണ്.
ഗ്ലോബൽ സൗത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്നത് മൂന്നാം ലോക രാജ്യങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ചേരിചേരാ രാജ്യങ്ങളെ പോലുള്ള രാജ്യങ്ങളുടെ സാമ്പത്തികമായി വളർന്നുകൊണ്ടിരിക്കുന്ന, വികസിച്ചുകൊണ്ടിരിക്കുന്ന, ആ വികസിതവും എല്ലാം ചേർന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഈ എന്താണ് ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്നത്. ഗ്ലോബൽ സൗത്തിൽ ആരൊക്കെയാണ് ഉള്ളത്? ഗ്ലോബൽ സൗത്തിൽ ഇറാനുണ്ട്, ഗ്ലോബൽ സൗത്തിൽ വെനസ്വേലയുണ്ട്, ഗ്ലോബൽ സൗത്തിൽ ഈ പാശ്ചാത്യ രാജ്യങ്ങൾ ഒഴിച്ചുള്ള രാജ്യങ്ങളെല്ലാം, ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഗ്ലോബൽ സൗത്തിലുണ്ട്. ആ ഗ്ലോബൽ സൗത്തിൻ്റെ നേതാവ് എന്ന് നിരന്തരം നമ്മുടെ ഭരണകൂടവും നമ്മുടെ ഭരണാധികാരികളും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗ്ലോബൽ സൗത്ത് നേതാവാണ്. എന്ന് മാത്രമല്ല, നമ്മൾ കൂടെ ചില ആൾക്കാർ പറയുന്നുണ്ട് നമ്മൾ വിശ്വഗുരുവാണ്, പിന്നെ പറയും വിശ്വമിത്രമാണ് എന്ന് പറയും. നമ്മൾ വിശ്വഗുരുവാണെങ്കിൽ എന്താ വേണ്ടത്? വിശ്വഗുരുവാണ് എങ്കിൽ നമ്മൾ ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ, തെറ്റുകൾ, കുറവുകൾ തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ നടപടിയെടുക്കുന്ന ആളല്ലേ ഗുരു. അങ്ങനെ വിശ്വഗുരുവായിട്ട് എവിടെ നമ്മൾ ഇടപെട്ടത്? ഈ ലോകത്ത് വെനസ്വേലയിലെ പ്രധാനമന്ത്രി ജനുവരി മാസം 3-ാം തീയതി ഒരു കാരണവുമില്ലാതെ നാർക്കോ ടെററിസ്റ്റ്, ഇതുവരെ അദ്ദേഹം ന്യൂയോർക്കിലെ ജയിലിൽ കിടക്കുക, ഇതുവരെ അമേരിക്ക ഒരു തെളിവിൻ്റെ കണികയെങ്കിലും ലോകത്തിന് മുമ്പിൽ വെച്ചോ? ഇദ്ദേഹത്തിന് ഈ നാർക്കോ ടെററിസവുമായി ബന്ധമുണ്ടെന്ന് ലോകത്തിന് മുമ്പിൽ കാണിച്ചോ? ഒന്നും കാണിച്ചില്ല. അപ്പോൾ ജനുവരി 3-ാം തീയതി വെനസ്വേല എന്ന് പറയുന്ന രാജ്യം, നമ്മളവിടെ ഒരുപാട് എണ്ണ വാങ്ങിച്ചിരുന്ന രാജ്യമാണ്. അമേരിക്ക കണ്ണൂരിട്ടിയപ്പോൾ നിർത്തി. വെനസ്വേല എന്ന് പറയുന്ന രാജ്യം, നമ്മൾ എണ്ണ വാങ്ങിച്ചിരുന്ന രാജ്യം, നമുക്ക് ബന്ധമുള്ള രാജ്യം, ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ പിടിച്ചുകൊണ്ടുപോയപ്പോൾ വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ, ലോകത്തിലെ ഗ്ലോബൽ സൗത്തിൻ്റെ നേതാവായിട്ടുള്ള ഇന്ത്യ, ആ ഇന്ത്യ കമാ എന്നൊരു അക്ഷരം വേണ്ടിയില്ല. എന്താണെന്നറിയാം ഇന്ത്യ പറഞ്ഞത്? അന്ന് ഞങ്ങൾ നിങ്ങളുടെ പ്രശ്നത്തിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്, വെനസ്വേലയോടൊപ്പം ഉണ്ട്. ആരാ വെനസ്വേലയിൽ പ്രശ്നം ഉണ്ടാക്കിയത്? വെനസ്വേലയിൽ പ്രശ്നം ഉണ്ടാക്കിയ ട്രംപിനെ കണ്ടില്ല. ട്രംപ് അയാൾ പിടിച്ചോണ്ട് പോയി കണ്ടില്ല. അതിനെ തെറ്റാണെന്ന് പറഞ്ഞില്ല. മിസ്റ്റർ ട്രംപ്, നിങ്ങൾ കാണിച്ചത് തെറ്റാണ് എന്ന് പറയാനുള്ള 56 ഇഞ്ച് നെഞ്ചളവ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഉണ്ടായില്ല അന്ന്. ഒന്ന്. രണ്ട് ഇവിടെ ഇറാനിൽ സംഭവിക്കുന്നു. ഇറാനിൽ സംഭവിച്ചു. ഇറാൻ്റെ നമ്മൾ ഈ പഴയകാലത്തെ ചരിത്രം, BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി തന്നെ നിൽക്കുന്ന എവിടെയാ? പഴയകാല ചരിത്രങ്ങളിലാണ് നിൽക്കുന്നത്. ആ പാർട്ടി പറയുകയാണ് 48-ന് മുമ്പും 73-ന് മുമ്പും ഒക്കെ ഉള്ള സംഭവം നമ്മൾ ചർച്ച ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. അതിന് ചരിത്രത്തിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് ലോകത്ത് എല്ലാവരെക്കാളും കൂടുതൽ പറയുന്ന പാർട്ടിയാണ് BJP. ആ പാർട്ടി പറയുകയാണ് നിങ്ങൾ ചരിത്രത്തിലോട്ടൊന്നും വേണ്ട, ചരിത്രം ഈ ബാബറി മസ്ജിദ് ഉൾപ്പെടെ പൊളിച്ചെടുത്ത് ഈ സംഘർഷം ഉണ്ടാക്കിയ പാർട്ടിയാണ്. അത് പോട്ടെ, അതിനകത്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഇറാനുമായിട്ടുള്ള ബന്ധം എന്താ? ഇറാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അയൽ രാജ്യമായിരുന്നു. എപ്പോൾ വരെ? 1947 വരെ. ഇന്ത്യയെയും പാകിസ്ഥാനും ഇന്ത്യ ഭൂഖണ്ഡത്തെ ഇന്ത്യയെയും പാകിസ്ഥാനായിട്ടും വിഭജിക്കുന്നതിന് മുമ്പ് ഇറാൻ ഇന്ത്യയുടെ അയൽ രാജ്യമാണ്. അയൽ രാജ്യം മാത്രമാണോ? രാജ്യമാണ്. രണ്ട് സംസ്കാരങ്ങൾ, അടുത്ത് ഇടപഴകിയിരുന്ന 2 സംസ്കാരങ്ങളാണ്. ഈ സംസ്കാരങ്ങൾക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. 1973 യോം കിപ്പൂർ യുദ്ധം, ഇപ്പം നമ്മൾ ഈ ഇസ്രായേൽ പാലസ്തീൻ സംഘടനയുമായി ബന്ധപ്പെട്ട യുദ്ധമാണ് യോം കിപ്പൂർ യുദ്ധം. ആ യോം കിപ്പൂർ യുദ്ധം നടന്നപ്പോൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെല്ലാം എണ്ണ നാഷണലൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ഓയിൽ ഷോക്ക് ഉണ്ടായി. 1973 അവർ OPEC രൂപീകരിച്ചു. OPEC രൂപീകരിച്ചുകൊണ്ട് എണ്ണയ്ക്ക് വില കൂട്ടി. എണ്ണ നൽകാൻ പല രാജ്യങ്ങൾക്കും നൽകാൻ തയ്യാറായില്ല. അന്ന് എണ്ണയ്ക്ക് ഉള്ള വലിയ പ്രതിസന്ധി ഇന്ത്യ നേരിട്ടപ്പോൾ ഇന്ത്യയെ സഹായിച്ചത് 2 രാജ്യങ്ങളാണ്. ഒന്ന് ഇറാഖും മറ്റൊന്ന് ഇറാനും. ഇറാൻ്റെ പ്രധാനമന്ത്രി നേരിട്ട് ഇതിൻ്റെ പ്രധാനമന്ത്രിയല്ല, ഇറാൻ പ്രധാനമന്ത്രിയോടുള്ള ചർച്ച നടക്കുമ്പോൾ ഇറാൻ്റെ അന്നത്തെ ഷാ പാഹ്ലവി നേരിട്ട് വന്ന് ഇന്ത്യയോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ IIT IIM ഒക്കെ തുടങ്ങാൻ ഞങ്ങളെ സഹായിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് എണ്ണ തരും, ഉദാരമായ വ്യവസ്ഥയിൽ എണ്ണ തരും. ഇന്ത്യ വളരെയധികം എണ്ണ പ്രതിസന്ധി നേരിട്ടിരുന്ന ഘട്ടത്തിൽ ഇന്ത്യയെ സഹായിച്ചിരുന്ന രാജ്യമാണ് ഇറാൻ ബ്രിക്സിലെ അംഗമാണ്. ബ്രിക്സിൻ്റെ ഈ വർഷം ഉന്നതതല സമ്മേളനം നടക്കാൻ പോവാ. ഉന്നത സമ്മേളനം ഇന്ത്യയിൽ നടക്കാൻ പോവാണ്. ബ്രിക്സിലെ അംഗമാണ് ഇറാൻ. ആ ഇറാൻ്റെ ഭരണാധികാരിയെ ഇസ്രായേൽ എന്ന് പറയുന്ന ലോകതെമ്മാടി എന്ന് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്? ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഇദ്ദേഹത്തിന് മനുഷ്യത്വ വംശത്തിനെതിരായ ക്രിമിനൽ കുറ്റം ചെയ്ത യുദ്ധ കുറ്റവാളിയാണ് ഇദ്ദേഹം. അവിടെ പശ്ചിമേഷ്യയിൽ വംശഹത്യ നടത്തിയ ആളാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്ന ആളാണ്. ആ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്ന ആളാണ്. 28-ാം തീയതി യുദ്ധം നടക്കുമെങ്കിൽ 25-ാം തീയതി 26-ാം തീയതി പോയി നമ്മുടെ പ്രധാനമന്ത്രി ജനാധിപത്യത്തിൻ്റെ അമ്മയെന്ന്, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പോയി കെട്ടിപ്പിടിച്ചത്. എപ്പോഴാണ് കെട്ടിപ്പിടിച്ചത്? ഈ യുദ്ധം എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാം, യുദ്ധത്തിനുള്ള എല്ലാ കരുക്കളും നീക്കിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കയെ ട്രംപിനെ പോയി കണ്ടുകൊണ്ട് നിങ്ങൾ യുദ്ധത്തിലേക്ക് വരണമെന്ന് പറയുന്നു. അങ്ങനെ യുദ്ധത്തിലേക്ക് ആ പടക്കോപ്പുകൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇന്ത്യയുടെ ജനാധിപത്യ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ അമ്മ, വിശ്വഗുരു, വിശ്വമിത്രം. എന്താ മിത്രം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം? മിത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ആളിനെ നമ്മളെ എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട്, എല്ലാ സ്വീകാര്യതയും വെച്ചുകൊണ്ട് ഒരാളിനെ സ്വീകരിക്കുന്നതാണ് മിത്രം. നമ്മുടെ തൊട്ടയൽ രാജ്യമാണ് വാസ്തവത്തിൽ ഇറാൻ. ആ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ബ്രിക്സിലെ അംഗമായ രാജ്യം. ആ അംഗമായ രാജ്യത്തെ
ഒരു ഭരണാധികാരിയെ നിഷ്ഠൂരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ അന്തർദേശീയ നിയമങ്ങളൊക്കെ പൊളിച്ചെടുക്കണമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. ഐക്യരാഷ്ട്ര സംഘടനയിൽ പോയി അവരെ പ്രസംഗിച്ചു. ഇപ്പോഴുള്ള ഈ ഘടന മാറ്റണം. ഈ ഘടന എന്ന് പറഞ്ഞാൽ നിലവിലുള്ള പരിമിതികൾക്കുള്ളിൽ പോലും നിൽക്കുന്ന ഘടനയെ പോലും പൊളിച്ചെഴുതിക്കൊണ്ട് എല്ലാ നിയമങ്ങളെയും മാറ്റിക്കൊണ്ട് ഈ ഐക്യരാഷ്ട്ര സംഘടനയില്ല, ഇനി ബോർഡ് ഓഫ് പീസ് മതി, ഞാനാണ് അതിൻ്റെ നേതാവ്, ഞാൻ ഇപ്പോൾ ഗാസയുടെ കാര്യം സംസാരിക്കും, പിന്നെ ലോകത്തിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിക്കും എന്ന് പറയുന്ന ട്രംപ് എന്ന് പറയുന്ന ഭരണാധികാരി ലോകത്ത് ഏതെങ്കിലും ഒരു നിയമത്തെ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടോ? 66 അന്തർദേശീയ സംഘടനകളിൽ നിന്നാണ് പിന്മാറിയത്. ഐക്യരാഷ്ട്ര സംഘടന ഇല്ലാതാക്കി, WHO എന്ന് പുറത്തുപോയി. WTO ഏറ്റവും പ്രധാനപ്പെട്ട തർക്കപരിഹാര സ്ഥാപനമാണ്. അതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്താ കാര്യം? അമേരിക്കയാണ് അവൻ്റെ ചെയർമാനെ നിയമിക്കുന്നില്ല. അപ്പോൾ ആ തരത്തിൽ അന്തർദേശീയ സമൂഹത്തെ ഇല്ലായ്മ ചെയ്തു. 2025 താരിഫിലൂടെ അദ്ദേഹം ലോക സമ്പദ് വ്യവസ്ഥയെ തകർത്തു. 2020 അതിൻ്റെ ഷോക്കിൽ നിന്ന് ലോകം ഇതുവരെ മാറിയിട്ടില്ല. 2026 എന്താ തുടങ്ങുന്നത്? ഒന്നാമത്തെ വർഷം അദ്ദേഹം ലോക സമ്പദ് വ്യവസ്ഥയെ തകർത്തെങ്കിൽ രണ്ടാമത്തെ വർഷം അദ്ദേഹം തുടങ്ങുന്നത് ലോക രാഷ്ട്രീയ വ്യവസ്ഥയെ തകർക്കാനാണ്. ജനുവരി മാസം അദ്ദേഹം വെനസ്വേല ഇടപെട്ടു, ഫെബ്രുവരി മാസം അദ്ദേഹം ഇറാനിൽ ഇടപെട്ടു, ഇനി അത് മെക്സിക്കോ ആവാം, ക്യൂബ ആവാം, കൊളംബിയ ആവാം. അതായത് ലോകത്തെയും, അത് ഞാൻ പറഞ്ഞു വരുന്നതാണ്, എൻ്റെ ഒരു ചുരുക്കം ഞാനിത് പറയുന്നതാണ്. നമ്മൾ കാണേണ്ട കാര്യം, ഇന്ന് മലയാളികൾ, ഇന്ത്യക്കാർ ആശങ്കയോടെ, ഇന്ത്യയിലെ ഓരോ വീട്ടിലെയും അമ്മമാരും പെങ്ങന്മാരും ആശങ്കയോടെ നാളെ എന്ത് നടക്കും ഈ പശ്ചിമേഷ്യയിൽ എന്ന് ആശങ്കയോടെ ഇരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി, 1-ാം നമ്പർ ക്രിമിനൽ ഇസ്രായേലും കൂട്ടുപ്രതി അമേരിക്കയുമാണ്. അല്ലാതെ ഇറാനല്ല. ഇറാൻ ആർക്കെതിരെയും യുദ്ധത്തിന് പോയിട്ടില്ല. ആർക്കെതിരെയും യുദ്ധത്തിന് പോകാത്ത ഇറാന് നേരെ ഒരു കാരണമില്ലാതെ ആക്രമണം നടത്തിയിട്ട് അതിനെതിരായ നിലപാട് നമ്മൾ എടുക്കുകയും ചെയ്യുമ്പോഴാണ് അമേരിക്കയാണ്, ഇസ്രയേലാണ്. അത് അടിവരയിടേണ്ടതാണ്.